അയോഗ്യരെന്നും കൊള്ളരുതാത്തവരെന്നും ഒരിക്കലും ഒരു ഉപയോഗവും ഉണ്ടാകയില്ല എന്നും പറഞ്ഞ് സമൂഹം തള്ളിക്കളഞ്ഞ പലരെയും ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഒരു ഭക്തൻ പറഞ്ഞതിങ്ങനെയാണ്: ദൈവം എന്നെ ഒരു നാളും കൈവിടുകയില്ല. അത് സത്യം തന്നെയാണ്. 16-കാരിയായ എലീസ 20 വയസ്സുള്ള തയ്യൽക്കാരനെ വിവാഹം കഴിക്കുമ്പോൾ അയാൾക്ക് എഴുത്തും വായനയും ഒന്നും അറിയില്ലായിരുന്നു. സമൂഹത്തിൽ അവർ പറഞ്ഞു, ഇനി അയാൾക്കൊരിക്കലും അത് സാധിക്കയില്ല. തയ്യൽ ജീവിതത്തിൽ തന്നെ അവൻ ഒതുങ്ങിത്തീരും. അങ്ങനെ ജനവിധി പല തലങ്ങളിലും തരങ്ങളിലും പറഞ്ഞ് അദ്ദേഹത്തെ നിരാശപ്പെടുത്തി. എന്നാൽ എലീസ എന്ന ആ യുവതി അതൊന്നും കേൾക്കുവാൻ തയ്യാറായില്ല. അതിനൊന്നും തൻ്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കുവാനും അവൾ തയ്യാറായില്ല. തയ്യൽ ജോലിയോടൊപ്പം അവൾ ഭർത്താവിനെ എഴുത്തും വായനയും പഠിപ്പിച്ചു. ആദ്യ സമയമൊക്കെ അക്ഷരമറിയാത്ത അദ്ദേഹത്തിന് അത് കഠിനമായി തോന്നി. എന്നാലും എലീസയുടെ കഠിന പ്രയത്നം വളരെ വേഗം അദ്ദേഹത്തെ അക്ഷരങ്ങൾ പഠിക്കുവാൻ ഇടയാക്കി. എലീസയുടെ യത്നം നിർത്തിയില്ല. അക്ഷരങ്ങൾ പഠിപ്പിച്ചു, കൂട്ടി വായിക്കുവാൻ പഠിപ്പിച്ചു, എഴുതുവാൻ പഠിപ്പിച്ചു. ഓരോ പുസ്തകങ്ങളും വാങ്ങി അഹോരാത്രം അധ്വാനിച്ച് അയാളെ ഉയരങ്ങളിലേക്ക് വിദ്യാഭ്യാസപരമായി ഉയർത്തുവാനിടയായി തീർന്നു. അതൊക്കെ പ്രയാസമായിരുന്നു. എന്നാൽ അദ്ദേഹം പിന്നെ വളരെ വേഗം എല്ലാം പഠിച്ചുകൊണ്ടേയിരുന്നു. പരീക്ഷകൾ പലതും തോറ്റു. എന്നാൽ ഒന്നൊന്നായി പരീക്ഷകളിലെല്ലാം താൻ വിജയം നേടി. പലതവണ തോറ്റെങ്കിലും പരീക്ഷകൾ ജീവിതത്തിൻ്റെ അനുഗ്രഹ ഭാഗമാകുന്നു എന്ന് എലീസ അയാളെ ബോധ്യപ്പെടുത്തി. ആ പരീക്ഷകളും താൻ ജയിച്ചു. ഒടുവിൽ അമേരിക്കൻ പ്രസിഡൻ്റായി ആ മനുഷ്യൻ. 2ാം തവണ സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയുടെ 17ാമത്തെ പ്രസിഡൻ്റായ ആൻഡ്രൂ ജോൺസിൻ്റെയും ഭാര്യ എലീസയുടെയും കഥയാണ് ഇത്. സ്നേഹം, സഹിഷ്ണുത കാണിക്കുന്നു. അതെ, ആരെയെല്ലാം തള്ളിക്കളഞ്ഞാലും കഴിവില്ലെന്നോ അല്ലെങ്കിൽ യോഗ്യതയില്ലെന്നോ ഒന്നിനും കൊള്ളരുതാത്തവരെന്നോ മുദ്ര കുത്തിക്കൊള്ളട്ടെ, തളർന്നു പോകരുത്. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന, നമുക്ക് കനിഞ്ഞു തന്നിരിക്കുന്ന ചില താലന്തുകൾ നമുക്കത് അനുഗ്രഹമാണ്. സമൂഹം നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുമ്പോൾ, പരിശോധനകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ, എനിക്കൊരു ശുഭഭാവിയുടെ തുറമുഖം കാത്തിരിക്കുന്നു എന്നുള്ളത് ആരും മറന്നു പോകരുത്. നിരാശപ്പെടരുത്. രോഗമോ ദുഃഖമോ വൈകല്യങ്ങളോ ഒന്നും നമ്മെ തളർത്തുവാൻ ഇടവരരുത്. നമുക്കൊരു വിജയമുണ്ട്. അതാണ് അമേരിക്കയുടെ 17ാമത്തെ പ്രസിഡൻ്റായി ഉയർത്തപ്പെട്ട ആൻഡ്രൂ ജോൺ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കാം. ആ കാഴ്ചപ്പാടോടെ നമുക്ക് മുന്നേറുവാൻ
സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരു നല്ല ശുഭദിനം കൂടി ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.